ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ സർജിക്കൽ സ്ട്രൈക്ക്. പ്രധാനമന്ത്രിയെയും ഭരണപക്ഷത്തെയും കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവിന്റെ കന്നി പ്രസംഗം. ഹിന്ദുവിന്റെ പേരിൽ രാജ്യത്ത് അക്രമം നടത്തുന്നുവെന്ന് രാഹുൽ. കർഷകരുടെ ഭൂമി കവർന്ന് കച്ചവടത്തിന് നൽകി. യുവാക്കളെ ഉപയോഗിച്ച് ഉപേക്ഷിക്കാൻ അഗ്നിവീർ പദ്ധതി തയ്യാറാക്കിയെന്നും ആക്ഷേപം. രാഹുലിനെ ഒറ്റക്കെട്ടായി ആക്രമിച്ച് ഭരണപക്ഷം. പ്രധാനമന്ത്രിയെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദി നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി, ദൈവവുമായി നേരിട്ട് ബന്ധമുള്ളയാളാണെന്നും തോൽവി ഭയന്നിട്ട് അയോധ്യയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടെന്നും പരിഹാസം. സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തിരഞ്ഞെടുപ്പിൽ ബധിരരും അന്ധരുമായിരുന്നുവെന്ന് തൃണമൂൽ MP മഹുവ മൊയ്ത്ര. മോദി സർക്കാരിനെതിരായ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനു ശേഷം ലോക്സഭയിൽ സംസാരിച്ച മഹുവ അതിരൂക്ഷ ഭാഷയിലാണ് മോദി അടക്കമുള്ളവരെ ആക്രമിച്ചത്. RSSനെ ചൊല്ലി രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെയും സ്പീക്കറും തമ്മിൽ തർക്കം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ RSS അനാവശ്യമായി ഇടപെടുന്നുവെന്ന ഖാർഗെ. RSS ബന്ധമുണ്ടാക്കുന്നത് തെറ്റല്ലെന്ന ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സംഘടനയാണ് RSS എന്ന് ജഗദീപ് ധൻകർ. തിരുവനന്തപുരം ദേശീയപാതയിൽ സ്കൂട്ടർ നിയന്ത്രണം തെറ്റി പാലത്തിന് താഴേക്ക് വീണു. കോവളം വെള്ളാർ സ്വദേശിനി സിമിക്ക് ദാരുണാന്ത്യം. 3 വയസ്സുകാരി മകൾക്കും സഹോദരിക്കും ഗുരുതര പരിക്ക്. മുഖ്യമന്ത്രിക്ക് ഒരു വ്യവസായിയുമായി അടുത്ത ബന്ധമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. ഇയാൾക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ പോകുവാനുള്ള ഗാഢബന്ധമെന്ന് ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി. ശശി തരൂരിനും BJP നേതാക്കൾക്കും അകമ്പടി സേവിക്കുന്നയാളാണ് ഈ വ്യവസായി എന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ട്രഷറികളിൽ വ്യാജ ചെക്ക് തട്ടിപ്പ് തടയാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ. ട്രഷറി സോഫ്റ്റ്വെയറിൽ കാതലായ മാറ്റം വരുത്തിയിട്ടുണ്ട്. ട്രഷറിയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് കാണിച്ചാൽ അത് നിക്ഷേപകരെ ബാധിക്കില്ല. വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി. ജോലി സമ്മർദ്ദം പോലീസുകാരുടെ ആത്മഹത്യയ്ക്ക് കാരണമല്ലെന്ന് മുഖ്യമന്ത്രി. സാമ്പത്തിക കുടുംബ പ്രശ്നങ്ങൾ കാരണമാകുന്നുണ്ടാകാം. സേനയിൽ ആവശ്യത്തിന് അവധി നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ആഹാരം കഴിക്കുവാൻ സമയമില്ലാത്തവരോട് യോഗ ചെയ്യാനാണ് സർക്കാർ നിർദ്ദേശിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. സ്കൂൾ രാഷ്ട്രീയത്തിൽ നിർണായക നിർദ്ദേശവുമായി ഹൈക്കോടതി. തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം വേണമോ എന്ന് സ്കൂൾ അധികൃതർക്ക് തീരുമാനമെടുക്കാം. സ്കൂളിന് സഹായം ആവശ്യമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് അത് ഉറപ്പാക്കണം. സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കത്തിൽ മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ ആരോപണവുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശിക്ഷാ ഇളവ് നൽകുവാനുള്ള നീക്കം പിണറായിയുടെയും P ജയരാജന്റെയും അനുമതിയോടെ. ഗൂഢാലോചന പുറത്തുവന്നാൽ CPM നേതാക്കൾ മരണം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. KK രമയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ലെന്നും മുല്ലപ്പള്ളി. മുഖ്യമന്ത്രിക്കെതിരെ CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. ആരോപണങ്ങൾക്ക് മൗനമല്ല മറുപടിയാണ് വേണ്ടതെന്ന് യോഗം. ആഴത്തിൽ പരിശോധിച്ച് തിരുത്തണമെന്നും വോട്ട് ചോർന്നത് ന്യൂനപക്ഷത്തിന്റേത് മാത്രമല്ലെന്നും ജില്ലാ കമ്മിറ്റി. CMRL മാസപ്പടി കേസിൽ ഷോൺ ജോർജ് കക്ഷി ചേരും. ഡൽഹി ഹൈക്കോടതിയിൽ CMRL നൽകിയ ഹർജിയിലാണ് കക്ഷി ചേർന്നത്. SFIO അന്വേഷണം തടയരുതെന്നാണ് ആവശ്യം. CMRL ജീവനക്കാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ.
ഡിവൈഎഫ്ഐ കായംകുളം മുൻ ഏരിയ സെക്രട്ടറി പ്രേംജിത്തിനെതിരെ ലൈംഗിക ചൂഷണ പരാതി. പ്രേംജിത്തിന്റെ അമ്മയുടെ പേരിലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യവേ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് യുവതി. കുടുംബത്തെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ. എറണാകുളത്ത് മഞ്ഞപ്പിത്ത രോഗം വ്യാപിക്കുന്നു. രോഗബാധ കൂടുന്നത് ഏലൂർ, വേങ്ങൂർ, കളമശ്ശേരി, കോതമംഗലം, മട്ടാഞ്ചേരി പ്രദേശങ്ങളിൽ. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് 100-ലധികം രോഗികൾ. 3 മരണം റിപ്പോർട്ട് ചെയ്തു. മലപ്പുറത്ത് മഞ്ഞപ്പിത്ത രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന. മഞ്ഞപ്പിത്ത വ്യാപനം തുടരുന്നത് വള്ളിക്കുന്ന് മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലും. ഒരു മാസത്തിനിടയിൽ അത്താണിക്കലിൽ മാത്രം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് 284 പേർക്ക്. മഞ്ഞപ്പിത്തം ബാധിച്ച് ഈ വർഷം ജില്ലയിൽ മരിച്ചത് 7 പേർ. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. മലപ്പുറത്ത് ഷിഗല്ല. കോഴിപ്പുറത്ത് വെണ്ണായൂർ AMLP സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല എന്ന ആരോഗ്യവകുപ്പ്. രോഗബാധ സ്ഥിരീകരിച്ചത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടിയ 127 കുട്ടികളിൽ 4 പേർക്ക്. നിലവിൽ ആരും ചികിത്സയിലില്ല. മറ്റ് സ്കൂളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. പെരുമ്പാവൂരിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ. കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ബസ്സുകളുടെ മത്സരയോട്ടം പെരുമ്പാവൂർ വട്ടോളിപ്പടി ജംഗ്ഷനിൽ. റൂട്ടിൽ സർവീസ് നടത്തുന്ന മറ്റൊരു ബസ്സിനെ മറികടക്കവേ എതിർദിശയിൽ വന്ന കാറിന് മുന്നിലേക്ക് അപകടകരമായി ബസ് ഓടിച്ചു കയറ്റുകയായിരുന്നു. മേധാ പട്കർക്ക് തടവ് ശിക്ഷ. മേധാ പട്കറെ 5 മാസം തടവിന് ശിക്ഷിച്ച ഡൽഹി സാകേത് കോടതി. 23 വർഷം പഴക്കമുള്ള കേസിലാണ് വിധി. ആരെയും അപകീർത്തിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ജോലിയാണ് ചെയ്തതെന്നും മേധാ പട്കർ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിയ ശേഷം ശക്തമായ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായി തിരച്ചിൽ. അപകടം പൂനെ തംഹിനി ഘട്ട് വെള്ളച്ചാട്ടത്തിൽ. കാണാതായത് വാരാന്ത്യ വിനോദയാത്രയ്ക്ക് പോയ സംഘത്തിലെ സ്വപ്നിൽ ദാവ്ഡെ എന്നയാൾ. വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിയ ദാവ്ഡെ നീന്താൻ ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല. ലോണാവാലയിൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് ഇന്നലെ ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ചിരുന്നു. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നത് ചർച്ച ചെയ്യാതെന്ന പ്രതിപക്ഷ വിമർശനം തള്ളി അമിത്ഷാ. എല്ലാ അംഗങ്ങൾക്കും കത്തയച്ചെന്നും നിയമവിദഗ്ധരുമായും ജഡ്ജിമാരുമായും ചർച്ച നടത്തിയെന്നും വിശദീകരണം. ഇന്ത്യ മുന്നണിയുടെ വാദങ്ങൾ കള്ളം. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നു. പെരിയാറിലേക്ക് മാലിന്യം തള്ളുന്ന അനധികൃത കുഴലുകൾ കണ്ടെത്തി മലിനീകരണ നിയന്ത്രണ ബോർഡ്. പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് 15-ലധികം അനധികൃത കുഴലുകൾ. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും മാലിന്യ കുഴലുകൾ കണ്ടെത്തി. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ചർച്ചയിൽ 3 അംഗങ്ങൾക്കെതിരെ പേരെടുത്തു പറഞ്ഞ ജില്ലാ സെക്രട്ടറിയുടെ വിമർശനം. ഷിജു ഖാൻ, ശൈലജ ബീഗം, സാജു എന്നിവർ ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്ന് ജോയ്. പരാമർശത്തിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ പ്രതിഷേധം. തെറ്റായ പരാമർശം തിരുത്തണമെന്ന് M സ്വരാജ്. പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധിച്ച് ഇന്ത്യ സഖ്യം. കേന്ദ്ര ഏജൻസികളെ ഭരണഘടനാ വിരുദ്ധമായി മോദി സർക്കാർ ഉപയോഗിക്കുന്നുവെന്ന് പ്രതിപക്ഷം. പ്രതിഷേധത്തിൽ രാഹുൽ ഗാന്ധി. കളിയിക്കാവിള ദീപു കൊലപാതക കേസിൽ മുഖ്യ സൂത്രധാരൻ സുനിൽ പിടിയിൽ. ഒളിവിലായിരുന്ന സുനിലിനെ പിടികൂടിയത് പാറശാലയിൽ നിന്ന്. കേസിൽ ഇൻഷുറൻസ് തട്ടിപ്പ് ശ്രമങ്ങൾ തള്ളാതെ പോലീസ്. കൊല്ലപ്പെടുന്നതിന് മുൻപ് ദീപു പുതിയ ഇൻഷുറൻസ് എടുത്തെന്ന കണ്ടെത്തൽ. പോളിസി നോമിനിയെ തേടി ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ച് തമിഴ്നാട് പോലീസ്.
ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമായ ചുവടുവയ്പ്. സംസ്ഥാനത്ത് ഇനി മുതൽ 4 വർഷ ബിരുദം. സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF ഭരണത്തിൽ വൈജ്ഞാനിക തൊഴിൽ മേഖലകളിൽ വലിയ മാറ്റമുണ്ടായെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 4 വർഷ ഡിഗ്രി കോഴ്സ് ആരംഭിക്കുന്നത് ഒരു മുന്നൊരുക്കവുമില്ലാതെയെന്ന KSU. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ കോഴ്സ് ബാസ്ക്കറ്റുകൾ എവിടെയും സജ്ജമല്ല. ക്ലാസ് ആരംഭിച്ചത് സിലബസ് പൂർണ്ണമായും പ്രസിദ്ധീകരിക്കാതെയെന്നും KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ്. സർവകലാശാലകളിലെ ബോർഡ് ഓഫ് സ്റ്റഡീസും ഇവർ തയ്യാറാക്കുന്ന സിലബസും തട്ടിക്കൂട്ട് സംവിധാനമെന്നും KSU. TMRLന്റെ ഹർജി പരിഗണിക്കാൻ മാറ്റി ഡൽഹി ഹൈക്കോടതി. ഈ മാസം 29-ലേക്കാണ് മാറ്റിയത്. ഹർജി SFIO അന്വേഷണത്തിന് എതിരെ. കക്ഷി ചേരാനുള്ള ഷോൺ ജോർജിന്റെ ഹർജിയും 29-ന് പരിഗണിക്കും. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി പരന്നിട്ടുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. പ്രശ്നപരിഹാരത്തിന് നടപടി ആരംഭിച്ചിട്ടുണ്ട്. പ്രാവ്, മയിൽ, കൊക്ക്, കാക്ക എന്നിവയ്ക്കും പക്ഷിപ്പനി ബാധിച്ചു. സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. തീരുമാനം രാഷ്ട്രീയ പാർട്ടികളുടെയും ജനകീയ സംഘടനകളുടെയും പ്രതിഷേധത്തെ തുടർന്ന്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കാനും തീരുമാനം. എറണാകുളം പൊറ്റക്കുഴിയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ നടപടിയെടുത്ത പോലീസ്. കേസെടുത്തത് പൊറ്റക്കുഴി സ്വദേശി ഷൈനിനെതിരെ. മർദ്ദനം വഴി തടസ്സപ്പെടുത്തി വാഹനം പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തതിന്. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് നടപടി. T20 ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിന് കേരള നിയമസഭയുടെ അഭിനന്ദനം. തലമുറയ്ക്ക് പ്രചോദനമാകുന്ന വിജയമെന്ന് സ്പീക്കർ AN ഷംസീർ. സഭയുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നുവെന്ന് മുഖ്യമന്ത്രി. ടീമിൽ സഞ്ജു സാംസണിന്റെ സാന്നിധ്യം കേരളത്തിന് അഭിമാനകരമെന്നും പിന്നാലെ വരുന്നവർക്കുള്ള പാഠപുസ്തകമെന്നും പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞു. കൊച്ചുവേളി മംഗളൂരു സെൻട്രൽ സെക്ടറിൽ വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് ഇന്ന് നടത്തി. സർവീസ് ആരംഭിച്ചത് ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ്. വൺ വേ വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് തിരക്കൊഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ആരംഭിച്ചത്. 8 കോച്ചുകൾക്കുള്ള ട്രെയിനാണ് സർവീസ് നടത്തുന്നത്. വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെയും മറ്റന്നാളും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ വീശാവുന്ന കാറ്റിനും സാധ്യത. DGPയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ജപ്തി ചെയ്യുവാൻ ഉത്തരവ്. വിൽപ്പന കരാർ ലംഘിച്ചതിനാണ് നടപടി. 10.8 സെന്റ് ഭൂമിയാണ് ജപ്തി ചെയ്യുവാൻ നിർദ്ദേശിച്ചത്. ഭൂമി വിൽക്കുവാനായി 30 ലക്ഷം മുൻകൂർ വാങ്ങിയ ശേഷം കരാർ ലംഘിച്ചെന്ന പരാതിയിലാണ് നടപടി. പണം തിരികെ നൽകിയാൽ ജപ്തി ഒഴിവാക്കും. ഡോക്ടേഴ്സ് ഡേയിൽ പത്തനംതിട്ട കോഴഞ്ചേരി ആശുപത്രിയിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിതീഷ് ഐസക് സാമുവലിന് നേരെ വധഭീഷണി മുഴക്കിയ സംഘത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച്. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ആറന്മുള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നുവെന്ന് ആക്ഷേപം. കാസർഗോഡ് ചീമേനിയിൽ വീടിന് നേരെ വെടിയുതിർത്തതായി സംശയം. ആക്രമണത്തിൽ തുറവിലെ KV വത്സയുടെ വീടിന്റെ ജനൽച്ചില്ല് തകർന്നു. പരിശോധനയിൽ വെടിയുണ്ടയ്ക്ക് സമാനമായ വസ്തു കണ്ടെടുത്ത ചീമേനി പോലീസ്. വെടിയുതിർത്തത്
നായാട്ട് സംഘത്തിൽ നിന്നോ എന്നും സംശയം. ലോഹവസ്തുവിന്റെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുവാൻ ഒരുങ്ങി പോലീസ്. എറണാകുളം കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. കാട്ടാന എത്തിയത് ഇന്ന് പുലർച്ചെ 4 മണിയോടെ. പ്രദേശത്തെ കൃഷികൾ നശിപ്പിച്ചു. ആന എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മണ്ണാർക്കാട് അമ്പലപ്പാറയിൽ ഇറങ്ങിയ കാട്ടാനയെ സൈലന്റ് വാലി വനമേഖലയിലേക്ക് കയറ്റിവിട്ടു. കാലിൽ പരിക്കേറ്റിരുന്ന ആനയ്ക്ക് ഇന്നലെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയിരുന്നു. മുറിവ് കാരണം കൂടുതൽ സഞ്ചരിക്കുവാൻ കഴിയാത്ത കാട്ടാന ജനവാസ മേഖലയിൽ തമ്പടിച്ചത് ഭീതി പരത്തിയിരുന്നു. ആനയ്ക്ക് കാലിലേറ്റ മുറിവ് ഗുരുതരമുള്ളതല്ലാത്തതിനാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മാധ്യമങ്ങളെ വിമർശിച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. PWDയുമായി ഒരു ബന്ധവുമില്ലാത്ത റോഡുകൾ PWDയുടേതാണെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകുന്നു. സ്മാർട്ട് സിറ്റി റോഡുകൾ സംബന്ധിച്ചും വ്യാജ പ്രചരണം നടക്കുന്നുവെന്ന് റിയാസ്. വിഴിഞ്ഞം തുറമുഖത്തെ തൊഴിൽ സാധ്യതയിൽ വ്യക്തത വരുത്തി മന്ത്രി VN വാസവൻ. തുറമുഖത്തെ നിയമനങ്ങൾ നടത്തുന്നത് സംസ്ഥാന സർക്കാരല്ല, നിയമനം നടത്തുന്നത് അദാനി പോർട്ട് ലിമിറ്റഡ്. തുറമുഖം ഈ വർഷം കമ്മീഷൻ ചെയ്യുമെന്നും മന്ത്രി. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കാനായി താലൂക്ക് അടിസ്ഥാനത്തിൽ വികേന്ദ്രീകരണ സംവിധാനത്തിന് തുടക്കം. തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ വെച്ച് മന്ത്രി K രാജൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ഭൂമി തരംമാറ്റൽ നടപടികളിൽ 6 മാസത്തിനുള്ളിൽ കൃത്യമായ തീരുമാനമാകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് പൊതുമേഖലാ സ്ഥാപനമായ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധം. ഛത്തീസ്ഗഡിലെ സ്വകാര്യ കമ്പനി പ്രതിനിധികളെ തടഞ്ഞ ജീവനക്കാരും നാട്ടുകാരും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമല്ല കമ്പനി ഏറ്റെടുക്കുന്നതെന്ന പ്രതിനിധികൾ. പോലീസ് സംരക്ഷണം നൽകണമെന്ന ഉത്തരവ്. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി സജിത് ശ്യാം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. സജിത്തിനെ പോലീസ് പ്രതി ചേർത്തത് കേസിലെ പ്രധാന പ്രതിയായ മധുവുമായി പണമിടപാട് നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ്. മധു കുടുംബ സുഹൃത്താണെന്നും കേസിൽ തന്നെ തെറ്റായി പ്രതി ചേർത്തുവെന്നും സജിത്തിന്റെ വാദം. ഹൈക്കോടതിയെ സമീപിച്ചത് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന്. വൈപ്പിൻ എടവനക്കാട് തീരദേശവാസികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPIMന്റെ രാപ്പകൽ സമരം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് പദ്ധതി രൂപീകരിക്കണമെന്നും കേന്ദ്ര ഇടപെടൽ അത്യാവശ്യമെന്നും ജനങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുമെന്നും ജില്ലാ സെക്രട്ടറി CN മോഹനൻ. സമരം ചൊവ്വാഴ്ച രാവിലെ അവസാനിക്കും. ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റിമറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പത്തനംതിട്ട ഓമല്ലൂർ പന്നിയാലി സ്വദേശി മധുസൂദനൻ നായരാണ് മരിച്ചത്. ഓമല്ലൂരിന് സമീപം പുത്തൻപീടികയിലായിരുന്നു അപകടം. വികാരാധീനമായ നന്ദിക്കുറിപ്പുമായി ഇടവേള ബാബു. അമ്മയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങും മുമ്പ് നുള്ളി നോവിച്ചവർക്ക് നന്ദി എന്ന കുറിപ്പിൽ. ഇത്തവണ ജനറൽ ബോഡി ഒരു സ്ഥാനത്തേക്കും ഇടവേള ബാബുവിനെ മത്സരിപ്പിച്ചിരുന്നില്ല. സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർക്ക് അവസരം ലഭിച്ചത് ഇടവേള ബാബു മാറിയതോടെ. പ്രവാസി ലീഗൽ സെല്ലിന്റെ വിവരാവകാശ പുരസ്കാരം കേരള വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A ഹക്കീമിന്. പുരസ്കാരം പ്രവാസി ലീഗൽ സെല്ലിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് K പത്മനാഭന്റെ സ്മരണാർത്ഥം. വിവരാവകാശ നിയമത്തിന്റെ വ്യാപ്തി വിപുലമാക്കുകയും ജനപക്ഷത്തു നിന്ന് നിയമത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്തതാണ് ഡോക്ടർ ഹക്കീമിന്റെ പ്രവർത്തനമെന്ന വിലയിരുത്തിയാണ് പുരസ്കാരം. ബൈക്കിലെത്തി സ്ത്രീകളെ കടന്നു പിടിച്ച ശേഷം കടന്നു കളയുന്ന യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് ഇടപ്പാടി സ്വദേശി ആൽബിൻ ജോയ്സ്.
നടന്നു പോകുന്ന സ്ത്രീകളെ ബൈക്കിൽ പിന്തുടർന്നെത്തി കടന്നുപിടിച്ച് സ്ഥലത്തു നിന്നും കടന്നു കളയുകയായിരുന്നു ഇയാളുടെ രീതി. പാലാ പോലീസ് പ്രതിയെ പിടികൂടിയത് വീട്ടമ്മ നൽകിയ പരാതിയെ തുടർന്ന്. അന്താരാഷ്ട്ര പാൻ ഇസ്ലാമിസ്റ്റ് സംഘടനയുമായി ബന്ധമുള്ള 2 പേരെ അറസ്റ്റ് ചെയ്ത് NIA. അറസ്റ്റിലായത് തഞ്ചാവൂർ സ്വദേശികളായ അബ്ദുൾ റഹ്മാൻ, മുജിബുർ റഹ്മാൻ, അൽദം സാഹിബ് എന്നിവർ. സംസ്ഥാനത്തെ 5 ജില്ലകളിലായി 10 സ്ഥലങ്ങളിൽ നടത്തിയ വ്യാപകമായ തിരച്ചിലിനെ തുടർന്നാണ് അറസ്റ്റ്. ബീഹാറിൽ വീണ്ടും പാലം തകർന്നു. കനത്ത മഴയിൽ തകർന്നത് താക്കൂർഗഞ്ച് ബ്ലോക്കിലെ പാലം. 4 ഗ്രാമങ്ങളിലെ 60,000-ഓളം ആളുകൾ ആശങ്കയിൽ. ബീഹാറിൽ 10 ദിവസത്തിനിടെ തകർന്നത് 6 പാലങ്ങൾ. അപകടമുണ്ടായ ഡൽഹി വിമാനത്താവളത്തിലെ 1-ാം ടെർമിനലിന്റെ വിശദമായ സാങ്കേതിക പഠനം 1 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് സർക്കാർ. കനത്ത മഴയിൽ ടെർമിനലിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണത് ജൂൺ 28-നാണ്. അപകടത്തിൽ ഒരാൾ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സുപ്രീം കോടതി ഇടപെടണമെന്ന ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. പരീക്ഷാ വിവാദങ്ങളടക്കമുള്ള വിഷയങ്ങളിൽ മോദിയെയും BJPയെയും ഖാർഗെ നിശിതമായി വിമർശിച്ചു. നിരവധി BJP നേതാക്കളാണ് ക്രമക്കേടിൽ ആരോപണം നേരിട്ടതെന്നും വിദ്യാഭ്യാസ മന്ത്രി എല്ലാത്തിലും മൗനം പാലിച്ചെന്നും ഖാർഗെ. പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ മാത്രമാണ് സംസാരിക്കുന്നതെന്നും പരിഹാസം. മദ്യനയ അഴിമതി കേസിൽ CBIയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ. 3 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ട ഡൽഹി കോടതിയുടെ റിമാൻഡ് ഉത്തരവും കേജ്രിവാൾ ചോദ്യം ചെയ്തു. 3 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിടുന്ന ഉത്തരവിറക്കിയത് ഡൽഹി റോസ് അവന്യൂ കോടതി. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ. എതിർപ്പുമായി മമതയും ദില്ലി ബാർ കൗൺസിലും. എതിർപ്പുകൾക്കിടെ തെരുവ് കച്ചവടക്കാരനെതിരെ ആദ്യ കേസ് ഫയൽ ചെയ്ത് ഡൽഹി പോലീസ്. FIR രജിസ്റ്റർ ചെയ്തത് റോഡ് തടസ്സപ്പെടുത്തിയതിന്. പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കേസ് മലപ്പുറം കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ. കേസ് അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്ര വാഹനം ഓടിച്ചതിന് ഭാരതീയ ന്യായ സംഹിത 2023 വകുപ്പ് 281, മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 വകുപ്പ് 194D എന്നിവ ചുമത്തിയാണ് FIR. ജൂലൈ 1 മുതൽ നടപ്പിലാക്കാൻ പോകുന്ന ക്രിമിനൽ നിയമങ്ങളിൽ പ്രതികരണവുമായി മുൻ IPS ഉദ്യോഗസ്ഥ കിരൺ ബേദി. പോലീസിന് ലഭിക്കുന്ന മൊത്ത വ്യാപാര പരിശീലനം പോലെയാണ് ഇതെന്ന് പ്രതികരണം. BNSS, BSS തുടങ്ങിയ നിയമങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് നേരത്തെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ ലോണാവാലിയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു. അപകടം അവധി ആഘോഷിക്കാൻ എത്തിയ കുടുംബം വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയപ്പോൾ 7-അംഗ കുടുംബത്തിലെ 2 പേർ നീന്തി രക്ഷപ്പെട്ടു. ലക്ഷദ്വീപിൽ MPക്കെതിരെ പ്രതിഷേധം. അഡ്മിനിസ്ട്രേറ്ററെ സൗഹൃദ സന്ദർശനം നടത്തിയതിലാണ് പ്രതിഷേധം. കൂടിക്കാഴ്ച പണ്ടാരഭൂമി പിടിച്ചെടുക്കാൻ ഉത്തരവിട്ട ശേഷം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മൺസൂൺ സജീവം. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വരുന്ന 2 ദിവസങ്ങളിലും മേഖലയിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, ഹിമാലയൻ, പശ്ചിമ ബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ. ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട്. കനത്ത മഴയിൽ ഗുജറാത്ത് അഹമ്മദാബാദിലെ റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് അഹമ്മദാബാദ് ഷേലയിലെ ഒരു റോഡിന്റെ ഭാഗം ഇടിഞ്ഞു താഴ്ന്നു. അഹമ്മദാബാദ് കൂടാതെ സൂറത്ത്, ഭുജ്,
വാപ്പി, ബറൂച്ച് എന്നിവിടങ്ങളിലെ നിരവധി റോഡുകളും അടിപ്പാതകളും ഉപയോഗിക്കാനാകുന്നില്ലെന്നും PTA. ഗുജറാത്തിൽ അടുത്ത 4 ദിവസത്തേക്ക് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ വാഹനങ്ങൾ പുറത്തെടുത്ത SDRF. അപകടകരമായ സാഹചര്യം കണക്കിലെടുത്ത് നദിയിൽ കുളിക്കുന്നത് ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. കൃത്യമായ പാർക്കിങ്ങുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യണമെന്നും നിർദ്ദേശിച്ച് അധികാരികൾ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരുന്ന 5 ദിവസം ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. സിക്കിമിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും വ്യാപക നാശനഷ്ടം. ഡാർജിലിംഗിലും കാലിംപോങ്ങിലേക്കും പോകുന്ന നിരവധി റോഡുകൾ തകർന്നു. ലിക്കുവറിൽ ദേശീയപാത 10 തകർന്നതോടെ സിലിഗുരിയിൽ നിന്ന് സിക്കിമിലേക്കുള്ള എല്ലാ വാഹനങ്ങളും വഴിതിരിച്ചുവിട്ടു. സൗത്ത് ഡൽഹിയിൽ അയാൻ നഗർ നിവാസികൾ പ്രതിഷേധത്തിൽ. തകർന്ന റോഡുകളും തുടർച്ചയായ വെള്ളക്കെട്ടും ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധം. ഡൽഹി സർക്കാരിനും MCDക്കുമെതിരെയാണ് പ്രതിഷേധം. കനത്ത മഴയിൽ മഹാരാഷ്ട്ര രത്നഗിരിയിലെ റോഡിൽ മുതല. 8 അടിയോളം നീളമുള്ള മുതലയെ കണ്ടത് രത്നഗിരിയിലെ ചിപ്ലൂണിലെ റോഡിൽ. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ വാഹനങ്ങൾക്കിടയിലൂടെ പോകുന്ന മുതലയെ കാണാം. ചിപ്ലൂണിലൂടെ ഒഴുകുന്ന ശിവനദി മുതലകളുടെ ആവാസ കേന്ദ്രമാണെന്നും മഴ ശക്തമായപ്പോൾ റോഡിലേക്ക് കയറിയതാണെന്നും നാട്ടുകാർ. സെബെക്സ് 2 എന്ന മാരക നോൺ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ച ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവ ഇതര സ്ഫോടക വസ്തുക്കളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന സെബെക്സ് 2 ഫോർമുല വികസിപ്പിച്ചത് നാഗ്പൂരിൽ പ്രവർത്തിക്കുന്ന ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എന്ന കമ്പനി. ഇത്തവണ അത്ലറ്റുകൾ സമാധാനത്തോടെ ഇരിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പിരിമുറക്കം അനുഭവിക്കാൻ പാടില്ലെന്നും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ടെന്നും അവർ മികച്ച പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും PT ഉഷ പറഞ്ഞു. ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി സംസാരിക്കുന്നവരെ സമാധാനത്തോടെ ജീവിക്കുവാൻ BJP അനുവദിക്കുന്നില്ലെന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. ഹേമന്ത് സോറൻ ദളിതർക്കും വേണ്ടി സംസാരിച്ചതുകൊണ്ടാണ് ജയിലിൽ അടച്ചതെന്നും മുഖ്യമന്ത്രി. ജാർഖണ്ഡ് കൊള്ളയടിച്ചവർക്ക് അതൊന്നും മനസ്സിലാകില്ലെന്നും ചെമ്പൈ സോറൻ പറഞ്ഞു. BJP സംവരണത്തിന്റെ അടിസ്ഥാന മൂല്യത്തിനെതിരെന്ന് അഖിലേഷ് യാദവ്. PDAയുടെ കുടുംബങ്ങളോട് BJP വിവേചനം കാണിക്കുന്നുണ്ടെന്നും SP നേതാവ്. ഡൽഹി UP സർവകലാശാലകളിൽ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് PDA കുടുംബത്തിൽ നിന്നും ആൾക്കാരില്ലെന്നും അഖിലേഷ് യാദവ്. പാമ്പനിലെ പുതിയ റെയിൽവേ പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. പാലം പൂർത്തിയായാൽ ഉടൻ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്ന് റെയിൽവേ. ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനമുള്ള പാലമാണ് നിർമ്മിക്കുന്നത്. കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കുന്നതിൽ കർണാടക മുഖ്യമന്ത്രിയെ വിമർശിച്ച് പ്രഹ്ലാദ് ജോഷി. DK ശിവകുമാറിന്റെ അധികാരം കുറയ്ക്കാനാണ് പുതിയ നീക്കമെന്നാണ് ജോഷിയുടെ വിമർശനം. സിദ്ധരാമയ്യയുടെ കരുതിക്കൂട്ടിയുള്ള നീക്കമാണിതെന്നും ജോഷി. മതിയായ ജീവനക്കാർ ഇല്ലാത്തതിനാൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 2 വിമാനങ്ങൾ റദ്ദാക്കിയത് കരിപ്പൂരിൽ നിന്ന് രാത്രി 11:10 മസ്കത്തിലേക്ക് പോകേണ്ട വിമാനവും മസ്കത്തിൽ നിന്ന് രാവിലെ 7:10 കോഴിക്കോട് എത്തേണ്ട വിമാനവുമാണ് റദ്ദാക്കിയത്. രാജ്യത്ത് പാചകവാതക വില വീണ്ടും കുറച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വിലയിലാണ് കുറവ്. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന 19 കിലോ സിലിണ്ടറിന് കുറച്ചത് 31 രൂപയാണ്. പുതിയ വില 1665 രൂപ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസിന്റെ വിലയിൽ മാറ്റമില്ല.
ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ ഒമർ ലുലു നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പിന്നീട് പരിഗണിക്കുവാൻ മാറ്റി. പുതിയ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന നടിയുടെ പരാതിയിലാണ് ഒമർ ലുലുവിനെതിരെ കേസെടുത്തിട്ടുള്ളത്. മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനെ എതിർത്ത് ഇരയായ നടിയും ഹർജി നൽകിയിട്ടുണ്ട്. നടിയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നാണ് ഒമറിന്റെ വാദം. ഫോൺ പേ, പേടിഎം, ആമസോൺ പേ, ക്രെഡ് തുടങ്ങിയ തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ച് മുൻനിര ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കാൻ ഇന്നു മുതൽ സാധ്യമല്ലെന്ന് വ്യക്തമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബുദ്ധിമുട്ട് നേരിടുക ഭാരത് ബിൽ പേയ്മെന്റ് സർവീസിലേക്ക് മാറാത്ത ബാങ്കുകളുടെ ഉപഭോക്താക്കൾക്ക്. ഭാരത് ബിൽ പേയ്മെന്റ് സർവീസിലേക്ക് മാറേണ്ടി വരിക HDFC, ICICI, ആക്സിസ് ബാങ്കുകളുടെ ഉപഭോക്താക്കൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ ഭ്രമണപഥത്തിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്ക് മാറ്റേണ്ട ചുമതല എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിക്ക്. കമ്പനി നിർമ്മിക്കേണ്ടത് 430 ടണ്ണോളം ഭാരം വരുന്ന നിലയത്തെ സമുദ്രത്തിലേക്ക് തള്ളിയിടുവാൻ കരുത്തുള്ള വാഹനം. ഒരുക്കങ്ങൾക്കായി 7032 കോടി രൂപയുടെ കരാർ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള വിസ ഫീസ് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് ഓസ്ട്രേലിയ. ജൂലൈ 1 മുതൽ അന്താരാഷ്ട്ര സ്റ്റുഡന്റ് വിസ ഫീസ് $710 നിന്ന് 1600 ഉയർത്തി. കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായാണ് ഫീസ് വർധനവ്. കഴിഞ്ഞ മാർച്ച് മുതൽ വിസ ലഭിക്കുന്നതിന് ഇംഗ്ലീഷ് ഭാഷയും നിർബന്ധമാക്കിയിരുന്നു. LGBTQ മൂവ്മെന്റിനെതിരായ ഇസ്താൻബുൾ ഗവർണറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തം. മുദ്രാവാക്യം വിളികളുമായി LGBTQ അംഗങ്ങളും സംഘടനാ പ്രതിനിധികളും. സർക്കാരിന്റെ ധ്രുവീകരണ ശ്രമവും LGBTQ വിരുദ്ധ നീക്കങ്ങളും അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധക്കാർ. സൗദി അറേബ്യയിൽ ചൂട് രൂക്ഷമാകുമെന്ന് യൂറോപ്യൻ ശാസ്ത്രജ്ഞർ. ജൂൺ 16 മുതൽ 18 വരെ രാജ്യത്ത് രേഖപ്പെടുത്തിയത് 47 ഡിഗ്രി താപനില. താരതമ്യ പഠനം നടത്തിയത് കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലെ ഉപഗ്രഹ കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ ഉപയോഗിച്ച്. ജൂലൈ അവസാനവും ഓഗസ്റ്റ് ആദ്യവും താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുമെന്ന് മുന്നറിയിപ്പ്. ബെറിൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി മാറിയെന്ന അമേരിക്കൻ കാലാവസ്ഥാ കേന്ദ്രം. നാഷണൽ ഹറിക്കേൻ സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ശക്തമായ കാറ്റിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയെന്നും മുന്നറിയിപ്പ്. ജീവനക്കാർക്ക് ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി എമിറേറ്റ്സ് എയർലൈൻ ഗ്രൂപ്പ്. 2024 ജൂലൈ 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. അടിസ്ഥാന ശമ്പളം, ഗതാഗത അലവൻസുകൾ, UAE ദേശീയ അലവൻസുകൾ, ഫ്ലൈറ്റ് ക്രൂവിന്റെ ജോലി സമയം എന്നിവയിലും മാറ്റം. മൂന്ന് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ രണ്ടാം ഭാഗവുമായി കാർത്തി. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൈദിയുടെ രണ്ടാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റിനു ശേഷം സർദാർ, തീരൻ എന്നീ ചിത്രങ്ങളുടെ രണ്ടാം ഭാഗങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. സർദാറിന്റെ രണ്ടാം ഭാഗമാണ് ആദ്യം എത്തുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം ആരംഭിക്കും. ഇടവേള ബാബുവിന്റെ ആത്മകഥാംശമുള്ള പുസ്തകം ഇടവേളകളില്ലാതെ പ്രകാശനം ചെയ്തു. പ്രകാശനം ചലച്ചിത്ര താരസംഘടനയായ അമ്മയുടെ 30ാം വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി മോഹൻലാലിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. യൂറോ കപ്പിൽ ഇന്ന് 2 നോക്കൌട്ട് മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ കരുത്തരുടെ പോരാട്ടത്തിൽ ഫ്രാൻസ് ബെൽജിയത്തിനെ നേരിടുന്നു. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ സ്ലൊവേനിയയെ നേരിടും.
2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ നാട്ടിലേക്കുള്ള മടക്കയാത്ര വൈകുന്നു. തിങ്കളാഴ്ചത്തെ മടക്കയാത്ര റദ്ദാക്കേണ്ടി വന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം വിമാനത്താവളം അടച്ചതോടെ. ബാർബഡോസ് വിമാനത്താവളം അടച്ചത് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും കനത്ത മഴയും കാരണം. രോഹിത് ശർമ്മ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഫോട്ടോ വൈറലായി. ICC ടൂർണമെന്റ് വിജയത്തിനു ശേഷം ബാർബഡോസിലെ ഹോട്ടൽ മുറിയിൽ ട്രോഫിയുമായി ഉറങ്ങുന്ന രോഹിത് ശർമ്മയുടെ ചിത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്. കോപ്പ അമേരിക്കയിൽ വെനസ്വേലയ്ക്ക് തകർപ്പൻ ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ജമൈക്കയെ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായാണ് വെനസ്വേല ക്വാർട്ടർ ഫൈനലിൽ പ്രവേശനം നേടിയത്. ക്വാർട്ടർ ഫൈനലിൽ വെനസ്വേല കാനഡയെ നേരിടും. കോപ്പ അമേരിക്കയിൽ മെക്സിക്കോ ഇക്വഡോർ മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. ഒരു ജയവും ഒരു തോൽവിയും ഒരു സമനിലയുമായി ഗോൾ ശരാശരിയുടെ മികവിലാണ് ഇക്വഡോറും ക്വാർട്ടറിലെത്തിയത്. വ്യാഴാഴ്ച നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഇക്വഡോർ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ നേരിടും. IPL 17-ാം സീസൺ അവസാനിച്ചതിന് പിന്നാലെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദിനേഷ് കാർത്തിക് പുതിയ റോളിൽ. കഴിഞ്ഞ സീസണിൽ കളിച്ച ബംഗളൂരു ടീമിനൊപ്പം തന്നെയാണ് DKയുടെ പുതിയ റോള്. കഴിഞ്ഞ സീസണിൽ ബാറ്റ് കൊണ്ട് ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം ടീമിന്റെ മെന്ററും ബാറ്റിംഗ് പരിശീലകനുമാകും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് 2 പേരുടെ അന്തിമ പട്ടിക തയ്യാറായതായി BCCI സെക്രട്ടറി ജയ് ഷായുടെ സ്ഥിരീകരണം. രാഹുൽ ദ്രാവിഡിന്റെ പരിശീലനത്തിൽ ഇന്ത്യ ടീം T20 ലോകകപ്പ് കിരീടം നേടിയതിന് പിന്നാലെയാണ് മാധ്യമങ്ങളോട് ജയ് ഷായുടെ വെളിപ്പെടുത്തൽ. ശ്രീലങ്കൻ പര്യടനത്തിന് പുതിയ കോച്ചിന്റെ കീഴിലാകും ടീം പുറപ്പെടുകയെന്നും ജയ് ഷാ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ച 6 ഇന്ത്യൻ താരങ്ങൾ. 2020 ലോകകപ്പിലെ പ്രകടനം അടിസ്ഥാനമാക്കിയാണ് തിങ്കളാഴ്ച ICC 12-അംഗ ടീമിനെ പ്രഖ്യാപിച്ചത്. ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ നായകനായ രോഹിത് ശർമ്മ തന്നെയാണ് ICC 11-ന്റെയും ക്യാപ്റ്റൻ. സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ എന്നിവരാണ് ടീമിൽ ഇടം നേടിയ മറ്റു ഇന്ത്യൻ താരങ്ങൾ. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്ന് ഗ്രീസ് അന്താരാഷ്ട്ര ഗോൾ കീപ്പർ ഒഡീസിയസ് ബ്ലാച്ചോഡിമോസിനെ ന്യൂകാസിൽ യുണൈറ്റഡ് സ്വന്തമാക്കി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 41 കരിയർ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് ബ്ലാച്ചോഡിമോസ്. 42 സീനിയർ ഇന്റർനാഷണൽ ക്യാപ്സും 30-കാരനായ താരത്തിന് ഉണ്ട്. ന്യൂകാസിൽ യുണൈറ്റഡ് യുവതാരം യാങ്കുബ മിന്റയെ ബ്രൈറ്റൺ സ്വന്തമാക്കി. യാങ്കുബ മിന്റെ 2029 ജൂൺ വരെ നീളുന്ന കരാർ ബ്രൈറ്റണിൽ ഒപ്പുവെച്ചു. കഴിഞ്ഞ സീസണിൽ ഫെയർഡിൽ ലോണിൽ കഴിച്ച വിങ്ങർ 27 ലീഗ് മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകളും 6 അസിസ്റ്റുകളും നേടി.